ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. ഓണമിങ്ങടുത്തു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അത്തമായി. പൂക്കളമിടാനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. എന്നാൽ കേരളത്തിൽ ഇത്തവണത്തെ ഓണം അരളിക്ക് അന്യമാണ്. പിങ്ക്, ചുവപ്പ്, ഇളം മഞ്ഞ, വെള്ള തുടങ്ങി പൂക്കളത്തിലെ നിറസാന്നിധ്യമായ അരളിപ്പൂവിന് കേരളത്തിൽ ഈ കൊല്ലം ആവശ്യക്കാരില്ല. അരളിപ്പൂ കഴിച്ച യുവതി മരിച്ചതോടെയാണ് കേരളത്തിൽ അരളിപ്പൂവിന്റെ ഡിമാൻഡ് ഇടിയുന്നത്. അരളിപ്പൂവിൽ വിഷവസ്തു ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. പിന്നാലെ അരളിപ്പൂ കഴിച്ച് പശു ചത്ത വാർത്തകളുമെത്തി. പല ദേവസ്വങ്ങളും അരളിപ്പൂ നിവേദ്യത്തിൽ വിലക്കി. മറ്റു പല ക്ഷേത്രങ്ങളും നിവേദ്യത്തിൽ നിന്നും അരളിയെ ഒഴിവാക്കി. ഇപ്പോഴിതാ ഓണത്തിനും അരളിപ്പൂവിന് ഡിമാൻഡില്ല. കേരളത്തിലേക്ക് അരളിപ്പൂ കയറ്റുമതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഓണത്തിനായി ഇതുവരെ ഒരാൾ പോലും അരളി മുൻകൂർ ഓർഡർ ചെയ്തിട്ടില്ലെന്നാണ് വാസ്തവം. മുൻവർഷങ്ങളിൽ ഉത്രാടനാടിലേക്ക് 6000 കിലോ അരളിപ്പൂ വരെ മുൻകൂർ ഓർഡർ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 1 കിലോയ്ക്ക് പോലും ആവശ്യക്കാരില്ല. ഓണക്കാലത്തെ ആവശ്യത്തിന് പുറമെ മരണാനന്തര ചടങ്ങുകൾ, പൂജ തുടങ്ങിയവയ്ക്കാണ് അരളി കേരളത്തിലേക്ക് അധികം എത്തിയിരുന്നത്. വിഷാംശമുണ്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ ഒരാവശ്യത്തിനും അരളി ഉപയോഗിക്കാതായി. ചീത്തയാവാതെ കൂടുതൽ നാൾ സൂക്ഷിക്കാമെന്നതാണ് പൂവുകൾക്കിടയിൽ അരളിയെ വ്യത്യസ്തമാക്കുന്നത്. കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലേക്ക് അരളിപ്പൂ തമിഴ്നാട്ടിൽ നിന്ന് കയറ്റിവിടുന്നുമുണ്ട്. കൾച്ചറൽ ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.